സ്നേഹം അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ ഉൾക്കൊള്ളാനും അത് അതിൻ്റെ അർത്ഥത്തിൽ കേരളീയ സമൂഹത്തിൻ്റെ മുന്നിലും ലോകത്തിൻ്റെ മുന്നിലും നമുക്ക് പറയാനും അത് പ്രാവർത്തികമാക്കി കാണിക്കാനും നമ്മളാൽ കഴിയണം. അള്ളാഹുവിൻ്റെ ഹബീബിനെ കുറിച്ച് കേൾക്കുന്നത് തന്നെ നമുക്ക് വികാരമാകണം. നമ്മളെ ഇത്തരത്തിലുള്ള വേദികൾ സംഘടിപ്പിക്കുന്നതിൻ്റെ എല്ലാം അടിസ്ഥാനപരമായ കാരണം അതാണ്. നമ്മെ അള്ളാഹുവിൻ്റെ ഹബീബിലേക്ക് അടുപ്പിക്കുക എന്നുള്ളതാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാട്ടിത്തന്ന ഉജ്ജ്വലമായ ജീവിത മാതൃക, അള്ളാഹുവിൻ്റെ ഹബീബിനോളം ഉജ്ജ്വലമായ ഒരു ജീവിത മാതൃക കാഴ്ചവെച്ച ഒരു വ്യക്തിയും ലോകത്ത് ഇന്നുവരെ ഉണ്ടായിട്ടില്ല. പ്രവാചകനായും പ്രബോധകനായും സ്ത്രീ വിമോചകനായും മനുഷ്യ സമൂഹത്തിൻ്റെ മൊത്തം സ്വാതന്ത്ര്യത്തിൻ്റെ വക്താവും കാവലാളുമായും ലോകത്തിൻ്റെ മുന്നിൽ എക്കാലവും ഉയർന്നു നിൽക്കുന്ന അതുല്യമായ വ്യക്തിത്വമാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്ടവും പ്രേമവും സ്നേഹവും നമ്മിൽ, പ്രത്യേകിച്ച് മുസ്ലിം ചെറുപ്പക്കാരിൽ ആ ഇഷ്ടവും സ്നേഹവും എപ്പോഴും പ്രകടമായിക്കൊണ്ടിരിക്കണം. അള്ളാഹുവിൻ്റെ ഹബീബിനെക്കുറിച്ച് പറയുന്നത് നമുക്ക് ലഹരിയാകണം. അവിടുത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് നമുക്ക് ലഹരിയാകണം. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ പേരുച്ചരിക്കുമ്പോൾ പോലും ആ ലഹരി നമ്മളിൽ നിന്നുണ്ടാകണം. അള്ളാഹുവിൻ്റെ ഹബീബിനെ ഇഷ്ടപ്പെട്ട് പ്രേമിച്ച് നമ്മുടെ ജീവിതം അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന ആ ഉന്നതമായ മാർഗത്തിൽ സമർപ്പിച്ച് ഒരു യഥാർത്ഥ വിശ്വാസിയായി, യഥാർത്ഥ പ്രവാചക പ്രേമിയായി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. ലോകം വളരെ മോശമായ അവസ്ഥയിലാണുള്ളത്. സമൂഹം വളരെ മോശമായ അവസ്ഥയിലാണുള്ളത്. സമൂഹത്തിൻ്റെ എല്ലാത്തരം നന്മകളും നഷ്ടപ്പെട്ട് സമൂഹം തിന്മയുടെ വക്താക്കളായി വല്ലാതെ മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മുസ്ലിം യുവത നന്മയുടെ കാവലാളുകളാകണം, നന്മയുടെ പ്രചാരകരാകണം, നന്മയുടെ പ്രബോധകരാകണം. ഇത്തരത്തിലുള്ള റൂഹേ ബയാൻ പോലെയുള്ള വേദികൾ നമുക്ക്, ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ നമുക്ക് ഉപകരിക്കണം. അതിന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനയും പരിശ്രമവും എപ്പോഴും ഉണ്ടാവുകയും തെറ്റുകളിൽ നിന്ന് അകന്നു നിൽക്കുന്ന, പ്രത്യേകിച്ച് എല്ലാ ജനങ്ങളും ഒഴുക്കിനൊത്ത് നീന്തിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, മുമ്പൊക്കെ ഞാൻ എൻ്റെ പ്രഭാഷണങ്ങളിൽ പറയാറുണ്ട്, വലിയ വെള്ളപ്പൊക്കമുണ്ടാകുമ്പോൾ ആ വെള്ളപ്പൊക്കത്തിൽ ഒരുപാട് ശവങ്ങളിങ്ങനെ ഒഴുകി വരും. വിവിധ വലിയ വലിയ ജീവികളുടെ ശവങ്ങൾ ഒഴുക്കിനൊത്തിങ്ങനെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കും. എന്നാൽ ആ വലിയ ഒഴുക്കിനിടയിൽ നമുക്ക് കാണാൻ പറ്റും 5 ഗ്രാം പോലും തൂക്കമില്ലാത്ത പരൽ മീനുകൾ ഒഴുക്കിനെതിരെ അങ്ങോട്ട് നീന്തുന്നത് നമുക്ക് കാണാൻ കഴിയും. എല്ലാ വസ്തുക്കളും ഒഴുക്കിനൊപ്പം നീന്തുമ്പോൾ ഒഴുക്കിനെതിരെ നീന്താൻ, ഒഴുക്കിനൊത്ത് ഒഴുകിപ്പോകാതെ ഒഴുക്കിനെതിരെ നീന്താൻ 5 ഗ്രാം തൂക്കമുള്ള പരൽ മീനുകൾക്ക് കഴിയുന്നത് ബാക്കി ഒഴുക്കിനൊത്ത് ഒഴുകിക്കൊണ്ടിരിക്കുന്നതിലൊന്നും ജീവനില്ല. ജീവനും ജീവൻ്റെ അന്തസ്സത്തയും നഷ്ടപ്പെട്ടു പോയ ശവങ്ങളാണ്. ഒഴുക്കിനെതിരെ നീന്തുന്ന 5 ഗ്രാം തൂക്കം തികയാത്ത മീനുകൾക്ക് അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ആത്മാവിൻ്റെ അന്തസ്സത്തയും ആത്മാവിൻ്റെ ചൈതന്യവും ഉള്ളത് കൊണ്ടാണ്. ഓരോ വിശ്വാസിയുടെയും ഹൃദയാന്തര